ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും രോമാഞ്ചകഞ്ചങ്ങൾ ഉണ്ടായേക്കാം. കാരണം മലയാളി പൊളിയാണ്, 100% ലിറ്ററസി ഉള്ളവരാണ് എന്നൊക്കെ കളിയാക്കുന്ന ഒരുത്തനെതിരെ കേസും വിവാദമൊക്കെ വരുമ്പോൾ അത് മലയാളികളുടെ ശക്തി കൊണ്ടാണ് സംഭവിച്ചെന്ന് വിചാരിക്കുന്നത് ആയിരിക്കും നമ്മളിൽ ഭൂരിഭാഗം മലയാളികൾ. പക്ഷേ ഇവിടെ നടന്നത് വേറൊന്നാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മലയാളിക്കെതിരെ സംസാരിച്ചതിനല്ല ഒരു തരത്തിലും അവന് കേസും വിവാദമൊക്കെ വന്നത്. അവന് കേസും വിവാദമൊക്കെ വരാനുള്ള കാരണം അവൻ്റെ സെക്സ് ജോക്കാണ്. ഈ സെക്സ് ജോക്ക് എന്നുകൊണ്ട് അവൻ ഉദ്ദേശിച്ച സെക്സ് ജോക്ക് ഒരു പെൺകുട്ടിയെ വിളിച്ചു നിർത്തിയിട്ട് അവളോട് പറയുകയാണ്, നിൻ്റെ അമ്മയും അച്ഛനും കൂടി സെക്സ് ചെയ്യുമ്പോൾ അതിനിടയിലേക്ക് ജോയിൻ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനിടയിൽ ഇൻ്റർഫെയർ ചെയ്യുമോ നീ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആ സമയത്ത് കിട്ടുന്നൊരു ട്രോമ, അതും അത്രയും വലിയ ഒരു ക്രൗഡിൻ്റെ മുമ്പ് വെച്ച് ആദ്യം എത്ര പേര് കാണുന്നതാണ്. ഈ ഒരു സാധനം ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവക്കുണ്ടാകുന്നൊരു ട്രോമയുണ്ട്. അതിൻ്റെ പേരിലാണ് അവനെതിരെ വിവാദവും കേസൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇത് സെക്സ് ജോക്ക് എന്ന് പറയുന്ന ഒരു അഡൾട്ട് കണ്ടന്റ് ആണ്. യൂട്യൂബിലിട്ട കാരണം യൂട്യൂബ് റിമൂവ് ചെയ്തു. അതൊരിക്കലും മലയാളികളുടെ കഴിവല്ല. ഇനി നമുക്ക് മലയാളികളുടെ കഴിവാണെന്ന് നമ്മൾ വാദിക്കുന്ന സാധനത്തെക്കുറിച്ച് പറയാം. ഒരു പെൺകുട്ടി അവിടെ പോയിക്കുകയാണ്. എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് എത്തിയ പെൺകുട്ടിയോട് അവർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ പൊളിറ്റിക്സ്. അപ്പോൾ ആ പെൺകുട്ടി അഭിമാന പുളകിതയായിട്ട് പറയുകയാണ്, ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ്. അപ്പോൾ അവന്മാർ പറയുകയാണ്, കേരളം സാർ 100% ലിറ്ററസി സാർ. ശരിക്കും മലയാളികൾക്ക് ഊക്ക് വാങ്ങി തരാനുള്ള പ്രധാന കാരണം ആ പെൺകുട്ടിയാണ്. നിന്റെ പൊളിറ്റിക്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക, അരാഷ്ട്രീയം. ഇപ്പോൾ ഒരാളുടെ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് നടക്കുന്ന പരിപാടിയല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. ഈ രാജ്യം ആര് ഭരിക്കണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. ഇതിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അവിടെയാണ് നമ്മുടെ പൊളിറ്റിക്സ് വ്യത്യസ്തമാവേണ്ടത്. അല്ലാതെ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനും ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനും നടക്കുന്നതല്ല പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. നിങ്ങൾക്കുള്ളിലുള്ള പൊളിറ്റിക്സ് ഈ രാജ്യത്തിന് ആവശ്യമാണ്. അതായിരുന്നു നമ്മളവിടെ പറയേണ്ടത്. പക്ഷേ ആ പെൺകുട്ടി കേരളത്തിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ്, എനിക്ക് പൊളിറ്റിക്സ് പാർട്ടികളെ ഇഷ്ടമല്ല, ഞാൻ വോട്ട് ചെയ്യാറെന്നൊക്കെ പറയുമ്പോൾ ഊക്കു വാങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനെയാണ് അവന്മാർ ടൂക്കിയത്. കേരളത്തിനെതിരെ സംസാരിച്ചിട്ടില്ല, അവനെതിരെ വിവാദം വന്നതോ കേസ് വന്നതോ സംഭവിച്ചോ ഒന്നും. സെക്സ് ജോക്കുള്ള ഒരുപാട് കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഫോറിനേഴ്സ് ചാനൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവർക്കാർക്കും കിട്ടാത്ത സ്ട്രൈക്ക് എന്തുകൊണ്ട് രൺവീർ അലഹബാദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ കാരണമുള്ളൂ, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു സാധനമല്ല ഈ സെക്സ് ജോക്ക് എന്ന് പറയുന്നത്. സെക്സ് ജോക്ക് ഈസ് ഓക്കെ, പക്ഷേ അത് ഇൻസെസ്റ്റ് ആകുമ്പോൾ, ഇൻസെസ്റ്റ് മീൻസ് അതായത് ഫാമിലിയിൽ ഉള്ളവർ തമ്മിലുള്ള സെക്സ് പരമായ കാര്യങ്ങളാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു തരത്തിലേക്ക് അത് വഴിമാറുമ്പോൾ ഒരിക്കലും ഇന്ത്യൻ കൾച്ചറിനെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായത്. അതല്ലാണ്ട് മലയാളികൾ പോയിട്ട് വെറുതെ വായി തോന്നിയ പറഞ്ഞിട്ട് അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവനെ തെറി വിളിച്ചിട്ടൊന്നും അല്ല അവന് വിവാദം ഉണ്ടായത്. അവൻ മാപ്പ് പറഞ്ഞതും മലയാളികളോടല്ല, മൊത്തം ഇന്ത്യക്കാരോടാണ്. കാരണം അവൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവന് മനസ്സിലായി. ആ ഒരു സംഭവം റോങ് ആണെന്നുള്ളൊരു ബോധ്യം അവനുണ്ടായതുകൊണ്ട് അവൻ മാപ്പ് പറഞ്ഞു. ഞാനിതൊരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ബിക്കോസ് ഇറ്റ്സ് എ ട്രൂത്ത്. അതായത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് ഭയങ്കരമായിട്ട് പുളകിതനാകുന്നതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പുളകിതനാവാൻ ശ്രമിക്കുക. ഇപ്പോൾ മലയാളികൾക്കെതിരെ പറഞ്ഞത് ഒരിക്കലും രൺവീർ സിംഗ് അലഹബാദി അല്ല. 100% ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് ഊക്കിയത് ജസ്പ്രീത് സിംഗ് എന്ന് പറയുന്ന അടുത്തിരുന്ന ഒരുത്തനാണ്. അവൻ്റെ പ്രൊഫൈൽ ഞാൻ വേണമെങ്കിൽ എവിടെ വെക്കാം, നിങ്ങൾ നോക്കാം. അവനിപ്പോഴും ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെ അവനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കയറി നോക്കിയാൽ കാണും അവൻ്റെ അക്കൗണ്ടിൽ. അത്രേ ഉള്ളൂ. അവനൊന്നും വലിയ പ്രശ്നമില്ല. കമൻറ്റ് ബോക്സ് ഓഫാക്കിയ തീരാവുന്ന പ്രശ്നമേ അവന് സംഭവിച്ചിട്ടുള്ളൂ. മലയാളി പൊളിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഊക്ക് വാങ്ങിത്തന്നത് ആ പെങ്കൊച്ചാണ്. അവളെ ആരും ഒന്നും പറയണമില്ല. അവന്മാർ പറഞ്ഞതിനെല്ലാം അവന്മാരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഒരാളോട് പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജോക്ക് ഡ്യൂഡ്. ഇറ്റ്സ് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല വൻ കോമഡിയാണിത്. നിങ്ങൾക്കൊരു പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ മലയാളി പൊളിയാണെന്ന് പറയുന്നത്, മലയാളി ലിറ്ററസി ആണെന്ന് പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് തവണ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. ഇതുപോലുള്ള മണ്ടത്തരങ്ങളുടെ പുറകെ പോയിട്ട് നമ്മൾ തന്നെ സ്വയം കോമാളിയാകാതിരിക്കുക. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കോൺട്രവേഴ്സിയായി കാണുന്നവരേക്കും ഇറ്റ്സ് മീ മഹേഷ് സൈനിങ് ഔട്ട്.